ഗീതു മോഹൻദാസിന്റെ ടോക്സിക്. ചിത്രം ഇത് കണ്ടിട്ടുണ്ടായിരുന്നു? ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. അതിൽ എഴുതിയിരിക്കുന്നതിൽ ഒരാൾ ഗീതു മോഹൻദാസ് ആണ് എന്ന് കേട്ടപ്പോൾ അതിനെക്കാട്ടിലും ഡബിൾ ഞെട്ടലായിരുന്നു. Filmmaker, it is an added responsibility that people are comfortable when they watch with their family, with their spouse, whatever. ആശയങ്ങൾക്ക് അപ്പുറത്തേക്കും സിനിമയുടെ മാർക്കറ്റിംഗ് സെല്ലിംഗ് പോയിന്റ് വരുമ്പോഴത്തേക്കും നിലപാടുകളൊക്കെ മാറ്റുന്നുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ എന്താ കാണുന്നത്? സ്ത്രീയെ കറക്റ്റ് ആയിട്ട് സെക്സിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആയിട്ട് ടീച്ചറിൽ തന്നെ കാണിച്ചു വെച്ചിരിക്കും. ഈ സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നു എന്ന് പറയുന്നത് മിക്ക ആൾക്കാരുടെ മനസ്സിൽ ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും ഗീതു മോഹൻദാസ് ഇതിനകത്ത് കൂടി വിളിച്ചോതിയിരിക്കുന്നത്. കസബയ്ക്കകത്ത് മമ്മൂക്ക അല്ലെങ്കിൽ മമ്മൂക്കയുടെ ചില സീനുകളൊക്കെ എടുത്ത് വെച്ച് WCCയിലെ അംഗങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സണ്ണി ലിയോണിനെ തന്നെ ആ ഒരു ഐറ്റം സോങ്ങിന് വേണ്ടി ക്യാച്ച് ചെയ്ത് കൊണ്ടുവന്ന് എന്തിനായിരുന്നു? ഇതിന്റെയൊക്കെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് മാർക്കറ്റിംഗ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ സാധാരണ ഒരു രീതിയിൽ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ലൈക്കിനെക്കാട്ടിലും കുറച്ചുകൂടി മുകളിലായിരിക്കും കുറച്ചൊന്ന് തുണി ഇറക്കി ഇതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ലൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കളിയാക്കാറുണ്ട്. ചിത്രേ, WCCയുടെ തലപ്പത്തിരിക്കുന്ന കുറേയധികം ആളുകൾ കുറേ കാലമായിട്ട് അവർ പറഞ്ഞു വെക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീകളെ പറ്റിയിട്ട്. എന്ന് വെച്ചാൽ സിനിമയിലെ സ്ത്രീകൾ അല്ലെങ്കിൽ സിനിമയിൽ സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്നു. അങ്ങനെ ഘോരം പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരു 12 പേർ അല്ലെങ്കിൽ 15 പേരിൽ ഒരാളുടെ ഒരു സിനിമ ട്രailer കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഗീതു മോഹൻദാസിന്റെ ടോക്സിക്. ചിത്രം ഇത് കണ്ടിട്ടുണ്ടായിരുന്നു? ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. അത് നമ്മൾ എന്താ പറയുക, പരിചയമില്ലാത്ത ഒരു കുറേ കാര്യങ്ങളാണ് അതിനകത്ത് കണ്ടിരിക്കുന്നത്. അത് സാധാരണ കാണുന്നതിലും കുറച്ചുകൂടി ഒരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ ചെയ്തു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ നോക്കുമ്പോഴേക്കും കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് നോക്കുമ്പോഴാണ് ഡയറക്റ്റഡ് ബൈ ഗീതു മോഹൻദാസും അത് എഴുതിയിരിക്കുന്നതിൽ ഒരാൾ ഗീതു മോഹൻദാസ് ആണ് എന്ന് കേട്ടപ്പോൾ അതിനെക്കാട്ടിലും ഡബിൾ ഞെട്ടലായിരുന്നു. അതെ അത് ഇത്രയും പറഞ്ഞിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് അത്ഭുതം. ഇതിന്റെ കുറച്ചു കാലം മുമ്പ് നല്ല രീതിയിൽ ഈ പറയുന്ന WCCയുടെ ഇങ്ങനത്തെ ഉള്ള സംസാരങ്ങൾ അല്ലെങ്കിൽ അവർ കൂടുതലായിട്ട് മീഡിയ സപ്പോർട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇതേ സിനിമയുടെ തന്നെ ഒരു മ്യൂസിക്കൽ ലോഞ്ച് എന്ന് നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഗീതു മോഹൻദാസിൻ്റെ അല്ലെങ്കിൽ ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു മ്യൂസിക് ലോഞ്ച് അല്ലെങ്കിൽ ആ ഒരു നൃത്തം അല്ലെങ്കിൽ ഒരു ടീസർ മാതിരി ഒരു വീഡിയോ സോങ് പുറത്തു വന്ന സമയത്ത് യാഷ് ഒരു ക്ലബിലേക്ക് കയറി വരുന്നതും അവിടെ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പോസിങ് ആയിട്ട് സ്ത്രീകൾ ആണ് ആ ഒരു സോങ്ങിനകത്ത് കണ്ടത്. അന്ന് ഇതേ വിമർശനങ്ങൾ ഞാൻ കേട്ടിരുന്നു. അപ്പോൾ ഇത്രയധികം വിമർശനങ്ങൾ കേട്ട ഒരു സമയത്ത് വിചാരിച്ചു, മേ ബി ഇനി ഇങ്ങനെയൊക്കെയാണ് ഈ സിനിമയ്ക്കകത്തിലുണ്ടെങ്കിലും കുറച്ചുകൂടെയൊക്കെ മാറ്റുമായിരിക്കാം. സിനിമ പുറത്തേക്ക് വരുന്ന സമയത്ത് ഓവറായിട്ട് സ്ത്രീകളെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നൊരു തലത്തിലേക്ക് ഗീതു മോഹൻദാസ് മാറില്ല എന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാ പ്രതീക്ഷകളും മാറ്റി വെച്ചുകൊണ്ട് അത് തന്നെയാണ് എനിക്ക് ഫസ്റ്റ് ടീസറിനകത്തിൽ തന്നെ ട്രെയിലറിൽ തന്നെ എടുത്തു വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവര് പറയുന്ന ആശയങ്ങൾക്ക് അപ്പുറത്തേക്കും സിനിമയുടെ മാർക്കറ്റിംഗ് സെല്ലിംഗ് പോയിന്റ് വരുമ്പോഴത്തേക്കും നിലപാടുകളൊക്കെ അതായത് മാർക്കറ്റിംഗ് ഒരു സെല്ലിംഗ് പോയിന്റ് വരുമ്പോഴേക്കും ചില പടങ്ങൾ കണ്ടിട്ടില്ലേ നമ്മൾ ഒരു രസം ഉണ്ടാവില്ല ചിലപ്പോൾ പടങ്ങൾ അവർക്ക് തന്നെ അവർക്കറിയായിരിക്കും ഓക്കെ ഈ പടം ഇനി പോകാൻ പോകുന്നത് ചിലപ്പോൾ ഒരു ഐറ്റം ഡാൻസ് കൊണ്ടായിരിക്കും എന്നുള്ള രീതിയിലേക്കൊക്കെ വിചാരിക്കേണ്ടി വരുന്ന ഒരു ഡയറക്ടറുടെയും ഒരു എന്താ പറയുക എഴുത്തുകാരൻ്റെയും ഒക്കെ അവസ്ഥയിലേക്ക് തന്നെ ഗീതു മോഹൻദാസ് മാറിയിരിക്കുകയാണ്. അപ്പം ഈ ഒരു ട്രെയിലർ കണ്ടപ്പോഴേക്കും എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയൊക്കെ വേണമായിരുന്നോ എന്ന് തോന്നി. അപ്പം നമ്മൾ പറയും, സ്വാഭാവികമായിട്ടും പറയും അതൊക്കെ ഒരു കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അതൊക്കെ ആയിക്കോട്ടെ, പക്ഷെ ഇങ്ങനെ കിടന്ന് മെഴുകരുത് ആദ്യമേ, അത്രേ ഉള്ളൂ. അത് നമ്മൾ ഇവരുടെ അടുത്തുനിന്ന് ഇന്നതായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഉണ്ടല്ലോ. കുറേ സിനിമകൾ എടുത്തു വെച്ചിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കസബ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് മറക്കാൻ ചാൻസ് ഇല്ലാത്തൊരു കാര്യമായിരിക്കും. കസബയ്ക്കകത്ത് മമ്മൂക്ക അല്ലെങ്കിൽ മമ്മൂക്കയുടെ ചില സീനുകളൊക്കെ എടുത്ത് വെച്ച് WCCയിലെ അംഗങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
എന്ത് മോശപരമായിട്ടാണ് സ്ത്രീകളെ ഉപയോഗിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ സ്ത്രീയെ കൃത്യമായിട്ടും ഒരു ലൈംഗിക വസ്തുവാക്കി മാറ്റിക്കൊണ്ടാണ് ഈ സ്ക്രിപ്റ്റിനകത്തിലൊക്കെ സ്ത്രീകൾക്ക് റോള് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് WCC രൂപീകരിച്ചത് തന്നെ സ്ത്രീകൾക്ക് സിനിമയിലുള്ള, അല്ലെങ്കിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു കാര്യമാണ്. അതിൻ്റെ അകത്ത് ഒരു മെമ്പർ തന്നെ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഈ മണിരത്നത്തിൻ്റെയൊക്കെ ഫ്രെയിംസിനെ ആരാധിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ. മണിരത്നം സിനിമയിൽ സ്ത്രീകളെ അവതരിപ്പിക്കുന്ന രീതി, അതേപോലെ പത്മരാജൻ, എനിക്ക് തോന്നുന്നു ഈ ഇഷ്യൂ വന്നതിന് ശേഷം ഞാൻ കേട്ടൊരു കാര്യമാണ്, പാർവതി തന്നെയാണെന്ന് തോന്നുന്നു, പാർവതിയുടെ അഭിപ്രായമായിരുന്നു തോന്നുന്നു കേട്ടത്. ഞങ്ങളുടെയൊക്കെ ഒരു കാലത്ത് ഈ പറയുന്ന റൊമാൻറ്റിക് സീൻസ് വരുമ്പോൾ പ്രാവുകളെ കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറ്റിപ്പോയി വളരെ വൾഗറാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതാരാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു വ്യത്യാസം. ഓൾറെഡി സിനിമ ഇത് ആദ്യമായിട്ടൊന്നും അല്ല ഇത്തരം വൾഗാരിറ്റി സിനിമകളുള്ളത്. ഒരുപാട് സിനിമകളുണ്ട്. കൃത്യമായിട്ട് ഹോളിവുഡിലാണെങ്കിലും പല സിനിമകളിലും ഈ പറയുന്ന വൾഗറായിട്ടുള്ള സീനുകളുണ്ട്, ഐറ്റം സോങ്ങുകളുണ്ട്, സ്ത്രീകളെ ലൈംഗിക ഉപയോഗമാക്കി മാത്രം അവതരിപ്പിക്കുന്ന രീതികളുണ്ട്. പക്ഷേ നമ്മളൊരു സ്ത്രീ അല്ലെങ്കിൽ സ്ത്രീ സംവിധാനം ചെയ്യുമ്പോൾ, സ്ത്രീ എഴുതുന്ന സിനിമകളിൽ കുറച്ചുകൂടെ സ്ത്രീകൾക്കൊരു പ്രാധാന്യം, അല്ലെങ്കിൽ ഇവർ കുറേ കാലമായിട്ട് പറഞ്ഞു വെക്കുന്ന സ്ത്രീകൾക്കൊരു ക്യാരക്ടർ വേണമെന്ന് പറഞ്ഞില്ലേ, ഓർത്തു വെക്കാൻ പറ്റുന്നൊരു ക്യാരക്ടർ റോള് വരുന്നൊക്കെ ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അപ്പോഴും നമ്മൾ എന്താ കാണുന്നത്, സ്ത്രീയെ കറക്റ്റായിട്ട് സെക്സിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഒബ്ജക്റ്റായിട്ട് ടീച്ചറിൽ തന്നെ കാണിച്ചു വെച്ചിരിക്കും. ഇതിപ്പോ ആദ്യമേ ഇവരൊക്കെ മനസ്സിലാക്കേണ്ടത് എന്തായിരുന്നു എന്ന് വെച്ചാല്, ഇങ്ങനെയുള്ള സിനിമകൾ മാത്രമല്ല ഇറങ്ങുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലാണെങ്കിലും ഇപ്പം എല്ലാ ഇൻഡസ്ട്രീസിലും എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന സിനിമകൾ മാത്രമല്ല ഇറങ്ങുന്നത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്കും തലയ്ക്കുമായിട്ട് ഇങ്ങനെ കുറേ ഫിലിംസ് ഇറങ്ങുമ്പോൾ അത് മാത്രം എടുത്ത് കാട്ടിയിട്ട് ഇതിനകത്ത് അങ്ങനെ ചെയ്തില്ലേ, ഇതിനകത്ത് ഇങ്ങനെ ചെയ്തില്ലേ എന്ന് ചോദിക്കുന്നതിനോട് കുറച്ച് വിയോജിപ്പുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ജീവിതങ്ങളും നമ്മുടെ ഇടയിലുണ്ട്. ഇപ്പം ഈ പറഞ്ഞ ആൾക്കാർക്ക് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരെ മാറ്റാൻ പറ്റില്ലല്ലോ. അതും ഒരു ജീവിതമാണ്. ചിലപ്പോൾ അവർ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരാളെ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ അവർ കഥ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് ഓരോ കഥാകൃത്തിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. അതിനകത്ത് നമ്മൾ കൈകടത്തേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ച് പിന്നെ ബോഡി ഷെയ്മിങ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലേക്കൊക്കെ ഒരുപാട് അങ്ങ് അതിര് കടക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചോദ്യം ചെയ്യാം. പക്ഷെ ഈ സ്ത്രീകളെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നു എന്ന് പറയുന്നത് മിക്ക ആൾക്കാരുടെ മനസ്സിൽ ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും ഗീതു മോഹൻദാസ് ഇതിനകത്ത് കൂടി വിളിച്ചോതിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഇങ്ങനെ ഒരു പടം അവരുടെ അടുത്തുനിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുമോ? ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല. കാരണം അവരങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓക്കെ, ഇപ്പൊ അതിന് നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്യാരക്ടർ റോൾ, ഒരു എന്താ പറയാ, ഒരു കിട്ടിലൻ ക്യാരക്ടർ നമ്മൾക്ക് ആ ഒരു തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന പോലത്തെ ഒരു റോളായിരിക്കും ഈ സിനിമയിൽ നമുക്ക് സ്ത്രീകൾക്ക് ഉണ്ടാവുന്നത് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഇതൊന്നും അല്ലാതെ വേറൊരു രീതിയിലേക്ക് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നതിനും വിപരീതമായിട്ടുള്ള രീതിയിലേക്ക് ആ ഒരു കാര്യങ്ങൾ എത്തുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ആൾക്കാർ ചോദിച്ചു തുടങ്ങും. പക്ഷെ ഇവർക്ക് ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അന്ന് ഇതുപോലെ പറഞ്ഞില്ലേ ടെൽ പാറു ടെൽ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞപ്പോൾ കുറച്ചുകൂടിയൊക്കെ കാര്യങ്ങൾ നോക്കിയും കണ്ടും വേണം പറയാനുള്ളത് ഇപ്പൊ മനസ്സിലായി കാണുമായിരിക്കും. പക്ഷെ അന്ന് അവർ പറയുന്നതിന് ഈ കസബയുടെ മാറ്റർ എടുത്തിട്ടിട്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. അല്ലാണ്ട് ഇപ്പൊ കാസ്റ്റിംഗ് കൗച്ച് പോലുള്ള കാര്യങ്ങൾ നടക്കുന്നതിനോട് അവർ പ്രതികരിക്കുന്നതിനോട് നമ്മൾ യോജിപ്പ് തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, അങ്ങനെ കാണിച്ചുകൂടാ എന്ന് പറയുമ്പോൾ അത് എല്ലായിടത്തും നമുക്കത് പോസിബിൾ അല്ല എന്നുള്ളതാ. അത് സിനിമയായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. ആൾക്കാർ ഇതെടുത്ത് ജീവിതത്തിലോട്ട് വെക്കുമ്പോൾ ഇപ്പോൾ ഒരു ക്യാരക്ടർ അഭിനയിക്കുന്ന ഒരു ലേഡി, ആ ലേഡി ഇപ്പോൾ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് അഭിനയിച്ചെങ്കിൽ നാളെ അവരെ പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ടല്ല നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ അവർ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്നല്ലല്ലോ അർത്ഥം. അവർ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി ആ ഒരു ക്യാരക്ടർ ചെയ്യുന്നു, അത്രയും മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഇപ്പം നമ്മൾ നേരത്തെ അന്ന് പ്രിയങ്ക ചേച്ചി വന്നപ്പോഴേക്കും നമ്മൾ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് പുലിവാൽ കല്യാണത്തിലൊരു റോൾ ഉണ്ടായിരുന്നല്ലോ, ദമയന്തിന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടായിരുന്നു ആ ഒരു റോൾ ഉണ്ടായിരുന്നത്. അമ്മയ്ക്ക് എന്തായിരുന്നു ആ ഒരു ജോലി എന്നുള്ളത് അതിനകത്തൊന്നും നമുക്ക് വളരെ വ്യക്തമാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇവരെ അങ്ങനെയാണോ നമ്മൾ കാണുന്നത്? അല്ലെങ്കിൽ ഈ പ്രിയങ്ക എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ നമ്മൾ അങ്ങനെയാണോ കാണുന്നത്? എനിക്ക് തോന്നുന്നത് അത് ഓരോ സിനിമകളും എടുത്തു വെക്കുന്ന ഒരു രീതി വെച്ചിട്ടാണെന്ന്.
എന്ന് വെച്ചാൽ നേരത്തെ ഈ പത്മരാജൻ സിനിമകളെയൊക്കെ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം അവിടെ ഒരു സെക്സ് ആണ് നടക്കാൻ പോകുന്നത്, ഇത് അറിയാം. പക്ഷേ അതവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഇൻറ്റിമസി കാണിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ടും വൾഗറായിട്ടുള്ള സീൻ ആഡ് ചെയ്യാതെയും ചെയ്യാൻ പറ്റും. പക്ഷേ ചെയ്തുകൊണ്ട് അവർ കാണിക്കുന്നത് എന്ന് വെച്ചാൽ കൂടുതലായിട്ടും അത് മാർക്കറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നു അങ്ങനെ ആഡ് ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം അല്ലാത്ത സിനിമകളിലൂടെയും നമുക്കിവിടെ കാണിച്ചു വെച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ കണ്ണ് നോക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഇൻറ്റിമസി സീൻ്റെ അപ്പുറത്തേക്കും കൊണ്ട് അവസാനിപ്പിക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ? അങ്ങനെയും ചെയ്യാൻ പറ്റും. പക്ഷെ അപ്പുറത്തത് ചെയ്യുന്നത് ഇത് ഇവിടെ ഇട്ട് കഴിഞ്ഞാലായിരിക്കും കൂടുതലായിട്ടും മാർക്കറ്റിംഗ് ഉണ്ടാവുന്നത്. ഒരു ഐറ്റം സോങ്ങിന് ഒരു ഇട പോലും ഇല്ലാത്ത ചില സിനിമകളിൽ ഐറ്റം സോങ്സ് ഒക്കെ കണ്ടിട്ടില്ല. എന്തിനാണ് ഇപ്പൊ ഈ ഒരു ഐറ്റം സോങ് ഇവിടെ വെച്ചത്? എന്തിനാണ് ഇത്ര പേയ്മെന്റ് കൊടുത്ത് ഐറ്റം സോങ്ങിന് വേണ്ടിയിട്ട് ആ നടിയെ തന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്നൊക്കെ തോന്നില്ലേ? നമ്മുടെ മധുരരാജ അതിനകത്തിലൊക്കെ സണ്ണി ലിയോണിനെ തന്നെ ആ ഒരു ഐറ്റം സോങ്ങിന് വേണ്ടി ക്യാച്ച് ചെയ്ത് കൊണ്ടുവന്ന് എന്തിനായിരുന്നു? ഇതിൻ്റെയൊക്കെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സണ്ണി ലിയോണിൻ്റെ ഒരു ഐറ്റം സോങ് കാണാൻ വേണ്ടിയിട്ട് ആളുകൾ ആ മൂവിയുടെ കുറേ കൂടെ എത്തും. അങ്ങനെ ഒരു എന്ന് വെച്ചാൽ തിയേറ്ററിലൊക്കെ ആ ഒരു പാട്ട് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ മൂവിയുടെ ബാക്കി സീനുകളൊന്നുമല്ല. മൂവി ചിലപ്പോൾ ഫ്ലോപ്പ് ആണെങ്കിൽ പോലും അത് വെച്ചിട്ട് നമുക്കത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അതേ രീതി തന്നെയാണ് ശരിക്കും ഗീതു മോഹൻദാസും ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അവർ സിനിമ ചെയ്യാൻ ഇറങ്ങിയ സമയത്തായിരിക്കും നമുക്ക് ക്യാരക്ടർ റോള് പിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ക്രിപ്റ്റിംഗ് ചെയ്തു പോയി കഴിഞ്ഞാൽ സക്സസ് ആവാൻ ചാൻസ് ഉണ്ടാവില്ല. യാഷിനെ വെച്ചിട്ട് ഇങ്ങനൊരു മൂവി ചെയ്യുന്നതായിരിക്കാം കുറച്ചുകൂടെ ഒരു സംവിധായിക എന്ന നിലയിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ പോകുന്നത് അതാണെന്നുള്ള പൂർണ്ണ ബോധം കൊണ്ട് തന്നെയായിരിക്കും അങ്ങനെ ഒരു ആ സീൻ എടുത്ത് വെക്കാൻ ഉദ്ദേശിച്ചത് കൊണ്ടാണ്. നോക്കിക്കോ, ഈ ഒരു സീൻ കൊണ്ട് തന്നെ ടോക്സിക് കാണാൻ ആൾക്കാർ പോവാതിരിക്കുകയാണോ? എക്സ്ട്രാ പോകുന്നുള്ളതാണ്. ഒരു ഫാമിലി മൂവി അല്ല എന്നുള്ള ഒരു ടാഗ് തുടക്കത്തിലേക്ക് കൊടുക്കുക എന്നുള്ളൊരു കാര്യമായിരിക്കും ആ സീൻ കൊണ്ട് ഉദ്ദേശിച്ചത്. പക്ഷെ ഫാമിലി ഓഡിയൻസിനെ ആയിരിക്കില്ല അവർ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള നല്ല രീതിയിൽ മേ ബി ബോക്സ് ഓഫീസ് ഹിറ്റ് ആവാനൊക്കെ ചാൻസ് ഉണ്ടാവാം. അത്രത്തോളം പ്രേക്ഷകർ അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ ആ ഒരു മൂവിയുടെ അല്ലെങ്കിൽ ആ ഒരു ടീസർ കാണുമ്പോൾ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നത്. പക്ഷേ ഇനി നിങ്ങൾക്ക് മറ്റൊരു സിനിമയിൽ സ്ത്രീകളെ അങ്ങനെ ഒബ്ജക്റ്റിഫൈ ചെയ്തു എന്ന് ഗീതു മോഹൻദാസിന് ഒരിക്കലും പറയാനുള്ള ഒരു റോൾ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. വോയിസ് ഇല്ല ഇനി. കാരണം എനിക്ക് പക്ഷേ പേഴ്സണലി എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു സീൻ രസമായിട്ട് തോന്നി. അതായത് നമ്മളായ വൾഗാരിറ്റിയിൽ ചിന്തിക്കാതെ ആ ഒരു സിനിമയ്ക്ക് അത് വേണം എന്നുള്ള രീതിയിലേക്ക് നമ്മളത് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു സീൻ ചിലപ്പോൾ ആപ്റ്റാണ്. പക്ഷെ ഇവരിത് നേരത്തെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഇത് കഴിഞ്ഞിട്ട് ചെയ്യുമ്പോഴേക്കും നമുക്കത് കൂടുതലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. ചർച്ച ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ യാഷിന്റെ ഒരു സിനിമയ്ക്കകത്തിൽ ഫസ്റ്റ് ഒരു മറ്റേ ബാറിലെ കുറച്ച് രംഗങ്ങൾ ഉണ്ടെങ്കിൽ സ്ത്രീകൾ മദ്യം ഒഴിക്കുന്നു. ഇതൊക്കെ ഓൾറെഡി തെലുങ്ക്, കന്നഡ, തമിഴ് ഇൻഡസ്ട്രികളൊക്കെ നമ്മൾ കണ്ടുപരിചിതമായിട്ടുള്ള സിനിമകൾ, എത്രയോ പണ്ട് തൊട്ടേ ഉള്ള സിനിമകൾ അല്ലെങ്കിൽ നാഗാർജുനയുടെ ഒക്കെ പണ്ട് തൊട്ടേ ഉള്ള സിനിമകളിലൊക്കെ ഇത് കണ്ട് ശീലിച്ചൊരു കാര്യം തന്നെയാണ്. പക്ഷേ അതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഡയറക്ഷനും റിട്ടണും ഗീതു മോഹൻദാസ് ആയി പോയത് കൊണ്ട് മാത്രമാണ് ഈ സിനിമ ഇപ്പൊ ചർച്ച ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് മാത്രമാണ് ഇതിനൊരു നെഗറ്റീവ് റീച്ചിലേക്ക് പോകുന്നത്. അല്ലായിരുന്നുവെങ്കിൽ സാധാരണ ഒരു തെലുങ്ക് പടം ഇറങ്ങുന്ന മാതിരി യാഷിന്റെ ഒരു സൂപ്പർ ഹിറ്റ് പടം എന്ന രീതിയിൽ ഇതും അങ്ങ് പോയേനെ. ഇതിനു മുൻപും കാരണം ഇത് ഓഡിയൻസിന് ഓക്കെ ആണ്, അവർക്കത് ഓക്കെ ആണ്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെടുന്നത് ഒരിക്കലും യാഷ് ഒന്നും ആയിരിക്കില്ല, ഗീതു തന്നെ ആയിരിക്കും. പിന്നെ WCCയിലെ ഓരോ അംഗങ്ങളും നിങ്ങളുടെ ആൾക്കാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിലപാടുകൾ മാറ്റുവാണോ? അവർക്കൊക്കെ ഇത് അയച്ചു കൊടുത്തിട്ടുണ്ടാവില്ലേ, എങ്ങനെ ഉണ്ടെന്ന് കണ്ടിട്ട് പറയണം കേട്ടോ എന്നൊക്കെ, അല്ലെങ്കിൽ അവർ കണ്ടിട്ടാണെങ്കിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവില്ലേ. അപ്പം ഇവരിത് ചെയ്യുമ്പോഴേക്കും നമുക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം കൊണ്ട് നമ്മൾ ഈ ഒരു സിനിമ ബഹിഷ്കരിക്കുന്നു അങ്ങനെയുള്ള ഒരു രീതിയിലൊന്നും അല്ല നമ്മൾ പറയുന്നതൊന്നും. പക്ഷെ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ഒരു വെള്ളത്തിൽ തന്നെ കുറച്ചുകൂടെ പ്രവൃത്തിയിൽ കൊണ്ടുവരണമെന്ന് മാത്രമേ. നിങ്ങൾക്ക് അങ്ങനെ ഒരു സിനിമ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എഴുതണം, നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങൾ അങ്ങനെ ഒരു ക്യാരക്ടർ റോള് നിങ്ങൾ സ്ത്രീകൾക്ക് കൊടുക്കണം. അപ്പൊ നിങ്ങൾ കൂടെ സംവിധാനം ചെയ്യുന്ന സിനിമ പോലും അങ്ങനെ ആക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ ആരാണ് സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യാതെ ക്യാരക്ടർ റോള് കൊടുക്കാൻ? പിന്നെ ബാക്കിയുള്ളവരോട് ഒബ്ജക്ടിഫൈ ചെയ്യരുത് എന്നുള്ളത് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഇനി നിങ്ങൾ എന്താ പറയാ, സ്ത്രീകൾക്ക് ഇന്ന രീതിയിലുള്ള പരിഗണന കൊടുക്കണം എന്നുള്ള രീതിയിൽ ഇനി അവർക്ക് സംസാരിക്കാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഇനി അത് എനിക്ക് തോന്നുന്നു WCCയിലുള്ള ആർക്കും ഇനി സംസാരിക്കാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇവരിത് ചെയ്തു, അല്ലെങ്കിൽ ഇവരിത് ചെയ്തതിന്റെ പുറത്ത് ഇനി അത് അനുഭവിക്കേണ്ടി വരുന്നത് അവരുടെ ആ കൂട്ടായ്മയിലുള്ള ആൾക്കാർ മൊത്തത്തിലാണ്. അവര് ചോദിക്കുമ്പോഴത്തേന് ഇനി തിരിച്ചു ചോദിക്കാനായിട്ട് വോയിസ് ഉണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആള് തന്നെ ഇങ്ങനെ ചെയ്യുന്നില്ലേ, പിന്നെ നമ്മളിപ്പോ
ചെയ്യുന്നതുകൊണ്ടാണോ കുഴപ്പം, അല്ലെങ്കിൽ അന്ന് നിങ്ങളിത് പറഞ്ഞിട്ട് എന്തായി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് കളിയാക്കി ചോദിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ അങ്ങനെയുള്ളൊരു കാര്യത്തിലേക്ക് ഈ WCCനെ ഗീതു മോഹൻദാസ് കൊണ്ടിടരുതായിരുന്നു എന്നുള്ള രീതിയിലേക്ക്. അവർക്ക് ചിലപ്പോൾ പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിലപാടുകൾ മാറ്റാനുള്ള ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കൂട്ടായ്മയുടെ ഒരു തലപ്പത്തൊക്കെ ഇരിക്കുമ്പോൾ, ഒരു ഭാഗമായിട്ട് ഇരിക്കുമ്പോഴേക്കും ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അതിന് പ്രശ്നം വരിക. അത് അനുഭവിക്കേണ്ടി വരുന്നത് ഗീതു മോഹൻദാസ് മാത്രമല്ല, അത് ഒരു WCC മൊത്തത്തിലാണ്. പക്ഷെ ഈ പടം എന്തായാലും സൂപ്പർ ഹിറ്റ് ആയിരിക്കും എന്ന് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ആളുകൾ കയറും. അവർക്ക് എല്ലാവർക്കും അറിയാലോ. ഇല്ലെങ്കിൽ കുറച്ചൊന്ന് ഇപ്പൊ നമ്മൾ തമാശക്കൊക്കെ പറയണ കേട്ടിട്ടില്ലേ? കാരണം ഇപ്പോൾ എന്തെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ സാധാരണ ഒരു രീതിയിൽ നിന്നിട്ടൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ലൈക്കിനെക്കാട്ടിലും കുറച്ചുകൂടി മുകളിലായിരിക്കും കുറച്ചൊന്ന് തുണി ഇറക്കി ഇതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ലൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കളിയാക്കാറുണ്ട്. അതേ ഒരു ടെക്നിക്ക് തന്നെയാണ് ഇവിടെ, അതേ ഒരു ചീപ്പ് ടെക്നിക്ക് തന്നെയാണ് ഇവിടെ. സിനിമയുടെ പൾസ്. അതെ, അതായിരിക്കാം പൾസ്.